കോവിഡ് രോഗബാധ ആരംഭിച്ചതിന് ശേഷം വളരെ പ്രത്യേകതയുള്ള ഒരു ദിനമാണിന്ന്. കാരണം 1000-ൽ പരം രോഗികളുണ്ടായ ദിവസമാണിന്ന്. ഇന്ന് 1038 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 15032 സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് ഇന്ന് 785 പേർക്കാണ്. അതിൽ 57 പേരുടെ ഉറവിടം വ്യക്തമായിട്ടില്ല. വിദേശത്ത് നിന്ന് 87 പേരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 109 പേർ. കോവിഡ് മൂലം ഒരു മരണമാണ് ഇന്നുണ്ടായത്. ഇടുക്കി ജില്ലയിലുള്ള 75 വയസ്സുള്ള നാരായണനാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. 272 പേർ രോഗമുക്തി നേടി. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 226, കൊല്ലം 133, ആലപ്പുഴ 120, കാസർഗോഡ് 101, എറണാകുളം 92, മലപ്പുറം 61, തൃശ്ശൂർ 56, കോട്ടയം 51, പത്തനംതിട്ട 49, ഇടുക്കി 43, കണ്ണൂർ 43, പാലക്കാട് 34, കോഴിക്കോട് 25, വയനാട് 4. നെഗറ്റീവായവർ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 9, കൊല്ലം 13, പത്തനംതിട്ട 38, ആലപ്പുഴ 19, കോട്ടയം 12, ഇടുക്കി 1, എറണാകുളം 18, തൃശ്ശൂർ 33, പാലക്കാട് 15, മലപ്പുറം 52, കോഴിക്കോട് 14, വയനാട് 4, കാസർഗോഡ് 43. കഴിഞ്ഞ 24 മണിക്കൂറിനകം 20,847 സാമ്പിളുകൾ പരിശോധിച്ചു. 1,59,777 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 1,59,777. 9,031 പേർ ആശുപത്രികളിൽ. ഇന്ന് 1,164 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ ചികിത്സയിലുള്ളവർ 8,818. ഇതുവരെ ആകെ 3,18,644 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 8,320 സാമ്പിളുകളുടെ ഫലം വരാനുണ്ട്. ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 1,03,951 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 99,499 സാമ്പിളുകൾ നെഗറ്റീവാണ്. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 397. പുതുതായി രോഗം ബാധിച്ചവരുടെ എണ്ണം 1000 കടന്ന സാഹചര്യത്തിൽ നിലവിൽ ഇവിടെയുള്ള അവസ്ഥയും സൗകര്യങ്ങളും എടുത്തു പറയേണ്ടതായുണ്ട്. ഇപ്പോൾ ചികിത്സയിലുള്ള 8,056 പേരിൽ 53 പേർ ICUവിലാണ്. 9 പേർ വെന്റിലേറ്ററിലും. ഇന്ത്യയിൽ കേസ് പെർ മില്യൺ 864.4 ആണ്. കേരളത്തിൽ
419.1. ഫെറ്റാലിറ്റി റേറ്റ് ഇന്ത്യയുടേത് 2.41. കേരളത്തിൻ്റേത് 0.31. സംസ്ഥാനത്ത് ഇതുവരെ 86,959 പേരെ പ്രൈമറി കോണ്ടാക്റ്റുകളായി കണ്ടെത്തിയിട്ടുണ്ട്. സെക്കൻഡറി കോണ്ടാക്റ്റുകളായി 37,937 പേരെയാണ് കണ്ടെത്തിയത്. ആകെയുള്ള പോസിറ്റീവ് കേസുകളിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 65.16% അതത് പ്രദേശങ്ങളിൽ നിന്ന് തന്നെ ലോക്കലി എക്വയർഡ് വൈറസ് ബാധ ഉണ്ടായതാണ്. അതിൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ, 94.4%. കോവിഡ് ചികിത്സക്കായി മാത്രമുള്ള ആശുപത്രി കിടക്കകൾക്ക് പുറമെ 15,975 കിടക്കകൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അവയിൽ 4,535 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ആരോഗ്യ പ്രവർത്തകർക്കായുള്ള 3,42,000 N95 മാസ്കുകളും 3,86,000 PPE കിറ്റുകളും 16,10,000 3 ലെയർ മാസ്കുകളും 40,30,000 ഗ്ലൗസുകളും സ്റ്റോക്കുണ്ട്. 80 വെന്റിലേറ്ററുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാങ്ങിയിട്ടുണ്ട്. 270 ICU വെന്റിലേറ്ററുകൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭ്യമായി. 2 ആഴ്ചക്കകം 50 വെന്റിലേറ്ററുകൾ കൂടി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. 6,007 വെന്റിലേറ്ററുകൾക്ക് രാപ്പകൽ പ്രവർത്തിക്കാൻ പാകത്തിലുള്ള ഓക്സിജൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്.